ലൈവിൽ അങ്ങനെ ഗബ്രി എത്തിക്കഴിഞ്ഞു. രാവിലെ ഒരു 7 മണിക്ക് എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഗബ്രി വരുന്നത്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് ലൈവ് കാണാൻ പറ്റിക്കാണില്ല. എല്ലാവരും വന്ന പോലെ അല്ല, ബിഗ് ബോസ് നമ്മുടെ ഗബ്രിയുടെ റീഎൻട്രി കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വെച്ചത്. രാവിലെ 7 മണി സമയത്തൊന്നും എല്ലാവർക്കും ലൈവ് കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എപ്പിസോഡ് എല്ലാവരും കാണട്ടെ, ലൈവ് മിസ്സായവർ എപ്പിസോഡ് കാണുമ്പോൾ എപ്പിസോഡിന് നല്ല റീച്ച് കിട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും ബോസ് അണ്ണൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. എന്താണെങ്കിൽ ലൈവ് കണ്ടവർക്കറിയാം, ഗബ്രി കിച്ചൺ ഏരിയയിൽ വന്ന് നിന്നു. രതീഷിനെ വിളിച്ചിട്ട് രതീഷിനെ കൊണ്ട് ജാസ്മിനെ കിച്ചൺ ഏരിയയിലേക്ക് വിളിപ്പിച്ചു. ഒരു ഉറക്കച്ചടവോടുകൂടി വരുന്ന ജാസ്മിൻ കാണുന്നത് ഗബ്രിയാണ്. പെട്ടെന്ന് ഒരു നിമിഷം ഇതെന്തോ സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ മേലാത്തൊരവസ്ഥയായിരുന്നു ജാസ്മിന്. പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് പുറകോട്ട് പോകുന്നു. പിന്നെ എല്ലാവരും ഗബ്രി വരുന്ന കാര്യം അറിഞ്ഞു, എല്ലാവരും എണീറ്റ് വന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സന്തോഷം, കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടേതുമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു. പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വാപ്പാട് ഉമ്മാനോടൊക്കെ നീ വിളിച്ചോ മിണ്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പുറത്തെ കാര്യങ്ങളാണ്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല എന്ന് ഗബ്രി പറയുന്നു. അതുപോലെ എൻ്റെ മാല പോയടാ, മാല അവർ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നിൻ്റെ സന്തോഷം അല്ലെങ്കിൽ നിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ലേ അവർ ചെയ്തതൊക്കെ നല്ലതിന് വേണ്ടി മാത്രമേ ആയിരിക്കുള്ളൂ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് ഗബ്രി പറയുന്നുണ്ട്. അതുപോലെ നീ പോയി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒറ്റപ്പെടലുണ്ടല്ലോ, നീ കണ്ടോ? അതൊക്കെ പുറത്തുനിന്നുള്ളവർക്കൊന്നും മനസ്സിലാവില്ല, അത്രയും ഭീകരമായിരുന്നു ആ ഒരു അവസ്ഥ. നീ പോയത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച വല്ലാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും നോമിനേഷനിൽ വന്ന് എവിക്റ്റായി പോയാൽ മതിയെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിൻ്റെ ആദ്യത്തെ പ്രസരിപ്പും ചിരിയും ഒക്കെ തന്നെ വേണം. നീ ഒട്ടും ഡൗൺ ആയി പോരുത്. ഇനി 2-3 ദിവസങ്ങളേ ഉള്ളൂ. പുറത്തിറങ്ങുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകും, ഒരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് നീ കളിക്കുക. ഇനിയുള്ള 3 ദിവസങ്ങൾ നീ അടിപൊളിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഗബ്രി വന്നതും ഗബ്രി സംസാരിച്ചതൊക്കെ ജാസ്മിന് വളരെ ഒരു റിലീഫായിട്ടുണ്ട്. എന്താണെങ്കിലും ബാക്കി എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ